ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് ജാവ നന്നായി പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ജാവ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നും കമ്പ്യൂട്ടർ അതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്നും നമുക്ക് പഠിക്കാം. ഒരു ലൈൻ വാക്ക് എഴുതി കാണിക്കണം എന്ന് കമ്പ്യൂട്ടറിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന ജാവ കോഡ് ഇതാണ്: system.out.println എന്നിട്ട് ഒരു ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റിനുള്ളിൽ ഇൻവെർട്ടർ കോമ. ആ ഇൻവെർട്ടർ കോമയിൽ എഴുതുന്നത് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ നമ്മുടെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെസ്സേജ് എഴുതുന്ന സ്ഥലത്തോ എന്നും എഴുതിയത് കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ അത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയില്ല. അപ്പോൾ ഈ കോഡുകൾ റീഡ് ചെയ്യണമെങ്കിൽ 2 സോഫ്റ്റ്വെയർസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഒന്ന് JDK എന്ന് പറയും, ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. 2 ഏതെങ്കിലും IDE എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്, നമ്മുടെ കോഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലം. സാധാരണ എക്ലിപ്സ് ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ പലതരം ഉപയോഗിക്കാറുണ്ട്. നമുക്കിവിടെ എക്ലിപ്സ് ഉപയോഗിക്കാം. ഓക്കെ, ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊള്ളുക. ആദ്യമായിട്ട് ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് അഥവാ JDK ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് ഗൂഗിളിൽ ഡൗൺലോഡ് JDK എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ഫസ്റ്റ് കിടക്കുന്നത് സെലക്ട് ചെയ്യുക. അതായത് ഒറാക്കിളിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, ജാവ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് സെലക്ട് ചെയ്യുക. അവിടെ X64 ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസിലേക്ക് അത് ഡൗൺലോഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ഡൗൺലോഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജാവയുടെ ലൈബ്രറീസാണ് ഇതിലുള്ളത്. JVM ഇതിലുണ്ടാകും. അതൊക്കെ എന്താണെന്ന് പിന്നീട് പഠിക്കും. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാണ്. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് നെറ്റ്ബീൻസാണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഞാൻ ട്യൂട്ടോറിയൽ പറഞ്ഞത് എക്ലിപ്സ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പക്ഷേ നെറ്റ്ബീൻസ് ആണ് വേണ്ടത്. എക്ലിപ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് നെറ്റ്ബീൻസ് ഉപയോഗിക്കുക. അപ്പാഷെ നെറ്റ്ബീൻസ് റിലീസസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പാഷെ നെറ്റ്ബീൻസ് 24 ബിൻ വിൻഡോസ് X64.exe എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഒക്കെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നെറ്റ്ബീൻസ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചൊരു പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സ്ക്രീനിൽ കാണാൻ കഴിയില്ല. മുകളിൽ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫയലിൽ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ ജാവ വിത്ത് ആൻഡിൽ ജാവ ആപ്ലിക്കേഷൻ എന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ജാവയുടെ പല പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് ഇതാണ് വേണ്ടത്. ഇവിടെ ഒരു നെയിം കൊടുക്കുക. ഇവിടെ ജാവ ആപ്ലിക്കേഷൻ 6 എന്നാണ് നടക്കുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ജാവ ആപ്ലിക്കേഷൻ 1 എന്നായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് അവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും തുറന്നു വരിക. നമ്മൾ കൊടുത്ത പേര് അതിൻ്റെ പാക്കേജ് നെയിമായിട്ട് വരും. എന്താണ് പാക്കേജ് എന്നൊക്കെ പിന്നീട് പഠിക്കും. അതിൻ്റെ താഴെ പബ്ലിക് ക്ലാസ് ജാവ ആപ്ലിക്കേഷൻ 6 അത് നമ്മൾ കൊടുത്ത പേരാണ്. പിന്നെ മുകളിൽ കമൻ്റായിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാറിൻ്റെ ഇടയ്ക്ക് കൊടുത്തിരുന്ന കമൻ്റാണ്. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ആവശ്യമില്ലാത്തതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കമൻറ്റ് സെക്ഷൻ അവിടെ അവർ വെച്ചിരിക്കുന്നത്.
നമുക്ക് തന്നെ സ്റ്റാർ ഇട്ട് നമുക്ക് തന്നെ കമൻ്റ് ആക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് കമൻറ്റ് ഡിലീറ്റ് ആക്കുകയാണ്. നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ആ ഭാഗത്താണ്. അതിൻ്റെ കറലി ബ്രാക്കറ്റ്സിനുള്ളിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടർ ആദ്യം ഡിറ്റക്റ്റ് ചെയ്യുന്നത് മെയിൻ അകത്തുള്ള കോഡ്സ് ആയിരിക്കും. അതായത് മെയിൻ ഫംഗ്ഷനകത്ത് മാത്രമേ കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനകത്തുനിന്ന് എങ്ങോട്ടൊക്കെ കോൾ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ആയിരിക്കും അങ്ങോട്ടൊക്കെ ഓരോ ഫംഗ്ഷൻ കോൾ ചെയ്യും. അത് പിന്നീട് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം മെയിൻ ഫംഗ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ നോക്കുക. മെയിൻ ഫംഗ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമുക്ക് ഹലോ വേൾഡിൽ നിന്ന് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളിതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ്സ് ആർക്സ് കർലി ബ്രാക്കറ്റ്സിനുള്ളിൽ ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നോ അതായിരിക്കും ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്നത്. ഹലോ വേൾഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഹലോ വേൾഡിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കാണിക്കും. സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾ കാണാൻ കഴിയില്ല. മുകളിൽ റൺ എന്നൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് മെയിൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ജാവ ആപ്ലിക്കേഷൻ 6 എന്നുള്ളതാണ്, അത് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ സജ്ജമാകത്തുള്ളൂ. തുടർന്ന് പച്ച പ്ലേ ബട്ടൻ്റെ ഇടതുഭാഗത്തായി കാണുന്ന ബിൽഡ് ആൻഡ് ക്ലീനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം വർക്കാകുമോ എന്നറിയാലോ. ഓക്കെ, ഇപ്പോൾ റൺ ആയിട്ടുണ്ട്, വർക്കായിട്ടുണ്ട്. നമ്മുടെ ഹലോ വേൾഡ് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡ് ആൻഡ് ക്ലീൻ എന്നുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യം റൺ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ റൺ ചെയ്യണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിലെ ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ മെയിൻ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം എപ്പോഴും. നിർബന്ധമായിട്ട് മെയിൻ ഉള്ള ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫംഗ്ഷനുകൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ വിളിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ഒരു കമ്പ്യൂട്ടർ എപ്പോഴും നോക്കുന്നത് മെയിൻ ഫംഗ്ഷനിൽ എന്തുണ്ടെന്നുള്ളതാണ്. മെയിൻ ഫംഗ്ഷന് പുറത്ത് മറ്റ് ഫംഗ്ഷൻ ഉണ്ടോ എന്നുള്ളതാരും കമ്പ്യൂട്ടർ നോക്കുന്നില്ല. അത് നോക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. എങ്ങനെയാണ് മെയിൻ ഫംഗ്ഷന് പുറത്തുള്ള ഫംഗ്ഷനെ കമ്പ്യൂട്ടർ വിളിക്കുന്നത്. നമുക്കിവിടെ ഒരു സാമ്പിളായിട്ട് ഫംഗ്ഷൻ എഴുതാം. സ്റ്റാറ്റിക് വോയിഡ് fun1 എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ട്യൂട്ടോറിയൽ സ്റ്റാറ്റിക് എന്നുള്ള വേർഡ് കാണത്തില്ല, സ്റ്റാറ്റിക് നമ്മളിവിടെ വേണം. അതിന് വേറൊരു വശമുണ്ട്, നമ്മളത് പിന്നീട് പഠിക്കും എന്തുകൊണ്ടാണ് സ്റ്റാറ്റിക് കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. നമുക്ക് ഇവിടെ ദിസ് ഈസ് fun1 എന്നുള്ള വേർഡ് അവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. ഈ ഫംഗ്ഷൻ എപ്പോഴാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എപ്പോഴാണോ അത് വർക്കാകുന്നത്, ആ വർക്കാകുന്ന സമയത്ത് നമുക്ക് ദിസ് ഈസ് fun1 എന്ന് അവിടെ ഔട്ട്പുട്ടിൽ എഴുതി കാണിക്കണം. അത് നമുക്ക് എസ് ഔട്ട് എന്നുള്ളൊരു ഷോർട്ട് കട്ടുണ്ട്. സിസ്റ്റം ഔട്ട് പ്രിൻ്റ് എസ് ഔട്ട് എന്നുള്ള ഷോർട്ട് കട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എസ് ഔട്ട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൺട്രോളിലും സ്പേസിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സജഷൻ വരും. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് സിസ്റ്റം .out.println എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മളവിടെ ദിസ് ഈസ് fun1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് വർക്ക് ചെയ്യുമ്പോൾ ഈ കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ദിസ് ഈസ് fun1 എന്നുള്ളത് വിളിക്കുന്നതെന്ന്. നിലവിൽ അത് വിളിക്കില്ല. കാരണം എന്താണ്, മെയിൻ എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. മെയിൻ എന്നുള്ള ഫംഗ്ഷനിൽ fun1 എന്നുള്ളത് വിളിക്കണം എന്ന് കൊടുത്തിട്ടൊന്നുമില്ല. ആകെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹലോ വേൾഡ് മാത്രമായിരിക്കും. അപ്പോൾ ഇനി fun1 എന്നുള്ള ഫംഗ്ഷൻ വിളിക്കണമെങ്കിൽ ഈ fun1 എന്നുള്ള പേര് നമ്മൾ മെയിൻ കൊണ്ടുപോയി എവിടെയാണോ ഇതിന് ശേഷം ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷമാണ് നമുക്ക് fun1-നകത്തുള്ളത് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ഹലോ വേൾഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ fun1 എന്നുള്ള ഒരു പേര് എഴുതി കൊടുത്ത് ബ്രാക്കറ്റ് ഇട്ട് സെമികോളൻ ഇട്ട് കൊടുക്കണം. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റാണത്. ഫംഗ്ഷൻ്റെ പേര് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് സെമികോളൻ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വിളിക്കും. fun1
ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് സെമിക്കോളൻ. ഓക്കെ, ഇപ്പോൾ ആ ഫംഗ്ഷൻ വിളിക്കാൻ സജ്ജമായി കഴിഞ്ഞു. നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആ ഫംഗ്ഷനും മഞ്ഞ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കാണിച്ചതിന് ശേഷം fun1 എന്നുള്ള ഫംഗ്ഷൻ വിളിക്കണം. fun1 എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ സംഭവിക്കും, നേരെ fun1 എന്നുള്ള ഫംഗ്ഷനിലേക്ക് പോകും. അവിടെ എഴുതിയിട്ടുള്ള ദിസ് ഈസ് fun1 എന്നുള്ളത് എഴുതി കാണിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കോഡ്. നമുക്ക് ഈ കോഡ് റൺ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ആ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടും അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഹലോ വേൾഡ് എന്നുള്ളത് ആദ്യം വിളിച്ചു, അതിനുശേഷം fun1 എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്താൽ മതി. fun1 എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. ഫംഗ്ഷനകത്തുള്ള പ്രിൻ്റ് ചെയ്യാനുള്ള ഭാഗം പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ fun1 എന്നുള്ളത് ഈ ഹലോ വേൾഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പിട്ടായിരുന്നു നമ്മൾ വിളിച്ചിരുന്നെങ്കിൽ ഈ ദിസ് ഈസ് fun1 എന്നുള്ളത് മുമ്പ് തന്നെ കാണിക്കുമായിരുന്നു. എക്ലിപ്സ് തുറന്ന് നമ്മൾ ആദ്യം ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അവിടെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി നിർമ്മിക്കുന്ന ഒരു കോഡാണ് ഇത്. എന്തൊക്കെയാണ് ഈ കോഡിനുള്ളിൽ ഉള്ളതെന്ന് നോക്കാം. അതായത് ഒരു ജാവ കോഡ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടർ ആദ്യം നോക്കുന്നത് ആ ജാവ കോഡിൽ മെയിൻ എന്നൊരു സാധനം ഉണ്ടോ എന്നാണ്. ഇവിടെ മെയിൻ എന്നൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചില്ലല്ലോ, അതുകൊണ്ട് മെയിൻ എന്നൊരു വേഡ് അതിനോടുകൂടി ഒരു ബ്രാക്കറ്റോട് കൂടി വരുന്ന ഒരു മെയിൻ എന്നൊരു വേഡ് ഈ കോഡിൽ ഉണ്ടോ എന്ന് ആദ്യം കമ്പ്യൂട്ടർ പരിശോധിക്കും. ബാക്കി എന്തെല്ലാം കോഡുണ്ടെങ്കിലും ആദ്യം കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ മെയിൻ എന്ന് പറയുന്ന വേഡായിരിക്കും. അതിനോടുകൂടി വരുന്ന ബ്രാക്കറ്റോട് കൂടി വരുന്ന ഒരു കർലി ബ്രാക്കറ്റ് അതിനോട് കൂടി വരുന്ന ആ ഒരു വേഡായിരിക്കും കമ്പ്യൂട്ടർ ആദ്യം ചെക്ക് ചെയ്ത് ഉറപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ കോഡിൽ മെയിൻ ഉണ്ടായിരിക്കണമല്ലോ. മെയിൻ എന്ന ഫംഗ്ഷൻ എന്താണെന്ന് പിന്നെ പഠിക്കാം. അപ്പോൾ മെയിൻ എന്ന ഫംഗ്ഷൻ ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ നമ്മുടെ കോഡിൽ ജാവ കോഡിൽ മെയിൻ എന്ന ഫംഗ്ഷൻ, അതായത് മെയിൻ എന്ന ഫംഗ്ഷൻ മാത്രമല്ല ഒരു ഫംഗ്ഷനും വെറുതെ നേരിട്ട് ആ ഒരു ഐഡിയിൽ എഴുതാൻ പറ്റില്ല. പിന്നെന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ എപ്പോഴും ഒരു ക്ലാസിൻ്റെ ഉള്ളിലായിരിക്കും. ഫംഗ്ഷനുകൾ എപ്പോഴും ഒരു ക്ലാസിൻ്റെ ഉള്ളിലായിരിക്കും. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാധനമാണ് എന്ന് വിചാരിക്കേണ്ട. ക്ലാസ് എന്ന് എഴുതിയതിന് ശേഷം അത് നമ്മളൊരു പേര് കൊടുക്കുന്നു. മൈ ക്ലാസ്ന്നോ നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നു. അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ് എന്നൊരു വാക്ക് എഴുതിയിട്ട് അതൊരു കീവേഡാണ്. ക്ലാസ് എന്ന് പറയുന്ന വാക്ക് ജാവ JDK ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു കീവേഡാണ്. അപ്പോൾ ആ ക്ലാസ് എന്ന് എഴുതിയതിന് ശേഷം അതിനുശേഷം നമ്മൾ അതിനൊരു പേര്, എന്തെങ്കിലും ഒരു പേര്, മൈ ക്ലാസ്, ഇവിടെ നമ്മൾ മൈ ക്ലാസ് എന്ന് പേര് കൊടുക്കുന്നു. മൈ ക്ലാസ് എന്ന് പേര് കൊടുത്തതിന് ശേഷം ഒരു കർലി ബ്രാക്കറ്റ്, ആ കാണുന്ന ബ്രാക്കറ്റാണ് കർലി ബ്രാക്കറ്റ്, ഓപ്പൺ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്തു. അതിനകത്താണ് നമുക്ക് ഫങ്ഷൻസ് എഴുതാനുള്ളത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ ഉള്ളിലായിരിക്കണം. ഇന്ന ക്ലാസിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന ക്ലാസ്സിൽ തന്നെ ആകണം എന്ന് നിർബന്ധമില്ലെന്ന് പറയുമ്പോൾ വേറെയും ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ഫങ്ഷനുകൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാം എന്നതുപോലെ തന്നെ ക്ലാസ്സുകളും വേറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരൊറ്റ ക്ലാസ് മാത്രം മതി ഒരു കോഡ് റൺ ചെയ്യാൻ. പിന്നെ നമ്മൾ മറ്റ് ക്ലാസ്സുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കോഡിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അന്നേരം പഠിക്കും എന്തിനാണ് മറ്റ് ക്ലാസ്സുകൾ ഉണ്ടാക്കുന്നത് എന്ന്. ഒരൊറ്റ ക്ലാസ് മതി നമുക്ക് കോഡ് റൺ ചെയ്യാനും ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ വരെ ഒരു ക്ലാസ് മതിയാകും. അതിനകത്ത് ഫങ്ഷൻസ് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫംഗ്ഷൻ എഴുതാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫംഗ്ഷൻ എഴുതാം. അല്ലാതെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലല്ല മറ്റൊരു ഫംഗ്ഷൻ എഴുതുന്നത്. എന്നാൽ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫംഗ്ഷനുകൾ എഴുതുന്നത്. ക്ലാസ്സിൻ്റെ പുറത്ത് ഫംഗ്ഷനുകൾ എഴുതിയിട്ട് കാര്യമില്ല. അവിടെ വർക്കാവുകയില്ല, എറർ ആവുകയും ചെയ്യും. അപ്പോൾ ക്ലാസ് എന്ന കീവേഡ് എഴുതുക, അതിൻ്റെ ഒരു പേര് കൊടുക്കുക, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് കോഡുകൾ എഴുതുക, ഫങ്ഷൻസ് എഴുതുക, എന്നിട്ട് ആ കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോഴത്തേനും കംപ്ലീറ്റ് ആകും. ജാവ കോഡിൽ
കമ്പ്യൂട്ടർ ആദ്യമായി ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ഫംഗ്ഷനാണെന്ന് പറഞ്ഞല്ലോ. മെയിൻ ഫംഗ്ഷനിലെ ഫസ്റ്റ് ലൈനാണ് ഫസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുക. അങ്ങനെ താഴോട്ട് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മെയിൻ ഫംഗ്ഷന് പുറത്ത് വേറെ ഫംഗ്ഷനുകൾ എഴുതാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷനുകൾ എപ്പോഴാണ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ. ആ ഫംഗ്ഷനുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആ ഫംഗ്ഷനുകളെ വിളിച്ചാൽ മാത്രമേ ആ ഫംഗ്ഷനുകളെ എടുക്കുകയുള്ളൂ. അതായത് മെയിൻ ഫംഗ്ഷൻ മാത്രമേ ആര് വായിക്കുകയുള്ളൂ? കമ്പ്യൂട്ടർ വായിക്കുകയുള്ളൂ. ആ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആ മെയിൻ ഫംഗ്ഷന് പുറത്തുള്ള ക്ലാസ്സുകളിലേക്കോ അല്ലെങ്കിൽ ഫംഗ്ഷനുകളിലേക്കോ ഒക്കെ വിളിക്കാൻ സാധിക്കും. അങ്ങനെ വിളിച്ചാൽ മാത്രമേ അത് വർക്കാവുകയുള്ളൂ. അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ മെയിൻ ഫംഗ്ഷനാണ് ഇവിടെ മെയിൻ എന്ന് ഓർക്കുക. ഈ കോഡ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്ക് ഫ്ലോ ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മൾ കോഡ് റൺ ചെയ്യുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ആദ്യം ഈ ജാവ കോഡ് എടുക്കുന്നു. കമ്പൈൽ ചെയ്തതിന് ശേഷം കോഡ് ചെക്ക് ചെയ്യുന്നു. കോഡ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഏത് കോഡാണ് ചെക്ക് ചെയ്യുന്നത്? മെയിൻ ഫംഗ്ഷൻ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള കോഡുകളൊന്നും അത് ശ്രദ്ധിക്കില്ല. അപ്പോൾ മെയിൻ ഫംഗ്ഷനിലേക്ക് വരുന്നു. മെയിൻ ഫംഗ്ഷനിലെ ഫസ്റ്റ് ലൈൻ system.out.println ഹലോ വേൾഡ്. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം അതിൻ്റെ റിസൾട്ടായിട്ട് ഹലോ വേൾഡ് എന്ന് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുന്നു. ഈ നീല സ്ക്രീനാണ് ഔട്ട്പുട്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ അതിൽ ഔട്ട്പുട്ട് ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ അത് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈനിലോട്ട് പോകുമ്പോൾ അവിടെ fun1 ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു കോളൻ. അത് കാണുമ്പോഴേ കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യും ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് ആ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ താഴോട്ട് നോക്കും. ആ ഫംഗ്ഷൻ സെർച്ച് ചെയ്യുമ്പോൾ താഴെ എഴുതിയിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിലെ ഫസ്റ്റ് ലൈൻ പിന്നീട് ആദ്യം വായിക്കും. ഓക്കെ, ആ ഫംഗ്ഷൻ ഉണ്ടോയെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഫംഗ്ഷനിലെ ആദ്യത്തെ ലൈൻ വായിക്കാൻ പോകുന്നു. അപ്പോൾ ആ ഫംഗ്ഷനിൽ എഴുതിയിരിക്കുന്ന ആ ലൈൻ അവിടെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഫംഗ്ഷൻ ക്ലോസ് ആകും. അത് കഴിഞ്ഞ് അടുത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അത് കഴിഞ്ഞ് ഈ ഫംഗ്ഷൻ ക്ലോസ് ആയല്ലോ. അത് കഴിഞ്ഞ് ഇനി മെയിൻ ഫംഗ്ഷനിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ fun1 എന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഇവിടെ അതിനുശേഷം വേറെ സ്റ്റേറ്റ്മെൻറ്റ്സോ ഫംഗ്ഷൻസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മെയിൻ ഫംഗ്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നു. മെയിൻ ഫംഗ്ഷൻ്റെ കോളിംഗ് അവിടെ വെച്ച് തീരുകയാണ്. ഇതാണ് ഒരു ഹലോ വേൾഡ് ജാവ പ്രോഗ്രാമിങ്ങിൽ നടക്കുന്ന വർക്ക് ഫ്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.